ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് വെറൈറ്റി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. അതിന് ഒരുപാട് ചിലവുകളൊന്നുമില്ല, ആകെ ഒരു A4 പേപ്പറിന്റെ ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു A4 പേപ്പറാണ്, കളർ A4 പേപ്പറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് കളർ പേപ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പേപ്പറിനെ നമുക്കൊന്ന് സമചതുരമാക്കി എടുക്കണം. അപ്പോൾ പേപ്പറിനെ ഇവിടെ സമചതുരമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് കോണാക്കി മടക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കോണാക്കി മടക്കിയിട്ടുണ്ട്. ഇതിന് വീണ്ടും ഒന്നും കൂടെ നമ്മൾ മടക്കുന്നു. വീണ്ടും ഒരു ത്രികോണ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് മടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഇതൊരു ത്രികോണ ഷേപ്പായി വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു പൂവിൻ്റെ എതളിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുക്കണമെന്നില്ല, ആ രീതിയിൽ തന്നെ വെട്ടിയെടുത്താലും മതി. ഇനി വരയ്ക്കാതെ വെട്ടാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഷേപ്പിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇതിന് നമുക്കൊന്ന് തിരിച്ചു പിടിക്കാം. തിരിച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ വീണ്ടും അതേ ഷേപ്പിൽ തന്നെ ഒന്നും കൂടി ഒന്ന് മുറിച്ചു കൊടുക്കണം. അത് വരച്ചിട്ട് മുറിച്ചാലും മതി, അല്ലാതെ ആ ഷേപ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്താലും മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ എതളുകളുള്ള വശത്ത് നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇവിടെ അറ്റം വരെ നമ്മൾ മുറിക്കാനും പാടില്ല. ഇവിടെ വരെ മുറിക്കുന്നു. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇതിനെ മുറിക്കുന്നു, അതേ ഷേപ്പിൽ തന്നെ. അപ്പോൾ ഇത്രയും നമ്മൾ മുറിക്കുന്നുള്ളൂ. 3 ഇതളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് നിവർത്തി നോക്കാം. ഇപ്പം നല്ലൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നടുഭാഗത്തുള്ള ഇതളിനെ നമ്മളൊന്ന് നടുവിലോട്ട് മടക്കി വെക്കാം. ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് 2 രീതിയിൽ ഇനി ഇതിനെ ഒട്ടിച്ചു വെക്കാം. ഇത് ഉള്ളിൽ അടിയിൽ ഏറ്റവും അടിയിൽ പച്ച തേച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം. അതല്ലാതെ വേറൊരു കളറിൻ്റെ ഒരു ഷേപ്പിൽ ഞാനിവിടെ മറ്റൊരു വെറൈറ്റി കളറിൽ ഇവിടെ ഒരു ഷേപ്പ് വെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ പച്ച തേച്ചതിന് ശേഷം നമുക്കത് വെച്ച് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് മനോഹരമായ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഇതേപോലെ മറ്റൊരെണ്ണം കൂടി ഉണ്ടാക്കി ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അതും വളരെ മനോഹരമായിരിക്കും. ഇത് നമുക്ക് ചുമരിലൊക്കെ ഡെക്കറേഷനായിട്ട് തൂക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതുപോലെ തന്നെ 2 ചെറിയത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 വെറൈറ്റി കളറുകളാണ്. ഇതിനെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ പുറകുവശത്ത് ഇത് ഒരെണ്ണം കൂടി വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നമ്മളൊരു നൂല് കിട്ടിയതിന് ശേഷം നമുക്ക് ചുമരിലിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് മനോഹരമായൊരു വാൾ ഡെക്കർ ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.